ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന SSC CGL 2025 പരീക്ഷേൻ്റെ കലണ്ടർ ഓൾറെഡി വന്നിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് വരുന്നൊരു ജൂൺ 9 തീയതിയാണ്. അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓഗസ്റ്റ് 13 നമ്മുടെ SSC എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 30 വരെ. അതായത് നമ്മുടെ മുമ്പിൽ ഇനി വെറും ലിറ്ററലി ഒരു 2.5 മാസം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന് നോക്കുകയാണെങ്കിൽ 2 മാസമാണ് നമ്മുടെ മുമ്പിൽ സമയമുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങളെ റെഡിയാക്കുന്ന SSC മലയാളിയുടെ CGL CHSL ഓൺലൈൻ ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഈ വീഡിയോയിൽ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്തൊക്കെയാണ് കോഴ്സിലുള്ള കാര്യങ്ങൾ ആരൊക്കെയാണ് ക്ലാസ് എടുക്കുന്ന എല്ലാ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളും കംപ്ലീറ്റ് ഇതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ കോഴ്സിനെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ അതുൽ സാർ ഒന്ന്. ഓക്കെ, അപ്പം എല്ലാവരും ഇപ്പോൾ ഒരു എന്താ പറയുക എക്സാംസ് കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു സെമസ്റ്റർ കംപ്ലീറ്റ് ആക്കി എല്ലാവരുടെ ഫൈനൽ ഇയേഴ്സ് കംപ്ലീറ്റ് ആക്കി വരുന്ന ഒരു സമയത്തായിരിക്കും എന്താ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ എല്ലാവരുടെ മുന്നിൽ എന്താണ് അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നമായിരിക്കും എല്ലാവരുടെ മുന്നിലുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പീരീഡിൽ എല്ലാവരും എന്താണ് നിങ്ങൾ ഒരുപാട് സോഴ്സിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് അടുത്ത ആപ്റ്റ് ആയിട്ടുള്ള ജോലി. ഇപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് ജോബ് അല്ല, എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ജോബാണ് ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് എക്സാംസിനെ കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ പ്രത്യേകം എടുത്ത് കാണുന്ന ഒരു എക്സാമാണത് SSC എക്സാം. അപ്പം മെജോറിറ്റി നമ്മുടെ കേരളത്തിൽ പൊതുവെ ഇതിനെ പറ്റിയുള്ള അവയർനെസ് വളരെ കുറവാണെന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്താണ് നിങ്ങൾക്ക് ഒരു SSC എക്സാം PSC ഒക്കെ എന്താണ് നമ്മൾ യൂഷ്വലി എന്നും കേൾക്കുന്ന ഒരു എക്സാമാണ്. പക്ഷേ SSC എക്സാം എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ ജോബ് കിട്ടും, എനിക്ക് ജോലി ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എന്താണ് നിങ്ങളെ മുന്നിലേക്കുണ്ട്. പക്ഷേ നമ്മുടെ മുന്നിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഉള്ള സമയം എന്താണ് വളരെ കുറഞ്ഞ സമയം മാത്രമാണത് നമുക്ക് ഈ എക്സാമിന് വേണ്ടിയുള്ളത്. കാരണം അടുത്ത മാസം എന്താണ് ഇപ്പോൾ സബ്ദാർ പറഞ്ഞ പോലെ അടുത്ത മാസം ജൂൺ 9 എന്താണ് നോട്ടിഫിക്കേഷൻ വരും. ഓഗസ്റ്റ് 13 മുതൽ ഏകദേശം 30 വരെയാണത് ഈ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കുറഞ്ഞ ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്, അല്ലെങ്കിൽ എക്സാമിൽ എന്താണ് എനിക്ക് എന്തെങ്കിലും എന്താണ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. ആ ഡൗട്ട് എന്താണ് നിങ്ങൾക്ക് തീർക്കാൻ പറ്റിയൊരു മികച്ച ഒരു സുവർണ്ണ അവസരമാണത് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഈ എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് വരുന്നത്, ഏതൊക്കെ ഏരിയാസ് നിങ്ങൾ കവർ ചെയ്യണം, അങ്ങനെ ഓവറോൾ എന്താണ് എല്ലാ ഒരു കാര്യവും നിങ്ങൾക്ക് കൃത്യം ഒരു 3 മാസം കൊണ്ട് എന്താണ് നിങ്ങളെ പ്രാപ്തിപ്പെടുത്താൻ ഉള്ളൊരു കോഴ്സാണ് ഈ ക്രാഷ് കോഴ്സ് കൊണ്ട് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകളും എന്താണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഇനി ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം സ്ട്രക്ചേഴ്സ് എല്ലാം പറയാൻ വേണ്ടി ഞാൻ അക്ഷയ് സാറിനെ എന്താണ് വിളിക്കുകയാണ്. അപ്പോൾ അക്ഷയ് സാർ കമോൺ. അപ്പം ഈ ഒരു കോഴ്സ് നമ്മൾ ഈ ഒരു ഓൺലൈൻ ക്രാഷ് കോഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് തന്നെയാണ്. അതുൽ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി നമ്മൾ ഈ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് എന്താ ചെയ്യുക എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. സോ ഈ ഒരു കോഴ്സിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു SSC എക്സാം അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ വലിയ അധികം സമയമൊന്നുമില്ല, ശരിയല്ലേ? ഒരു 2.5 മാസം കൊണ്ട് എങ്ങനെയൊക്കെ പഠിക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ മുന്നിൽ എന്ത് ചെയ്യും, നമ്മൾ യൂട്യൂബ് നോക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും റാൻഡം ആയിട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. കാരണം ഇതിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് എൻഡ് ചെയ്യണം, ഈ ഒരു കൺഫ്യൂഷൻ ഉള്ളിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് കിട്ടുകയില്ല. കാരണം ആ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളത് പറയുന്നത് ചെറിയ കാര്യമല്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് അതാണ്. പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് ഒരു 2 മാസം ത്രൂ ആയിട്ട് നിങ്ങളുടെ കരിയർ പാത്തിൽ തരാൻ പറ്റുകയാണെങ്കിലോ അത് നല്ലതായിരിക്കില്ലേ? അതാണ് നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ വെറുതെ സിലബസ് നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനുപരി SSC എക്സാംസ് എന്താണ്, അല്ലെങ്കിൽ SSC ഈ ഒരു ടൈപ്പ് ഓഫ് CGL എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ആ ഒരു പാറ്റേൺ നിങ്ങളെ മനസ്സിലാക്കി തരാൻ ഈ 2 മാസം കൊണ്ട് ഞങ്ങൾക്ക് പറ്റും. സോ ഈ ഒരു കോഴ്സ് പ്രോപ്പർ ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. സോ നിങ്ങൾക്ക് ഇതിൽ തന്നെ കണ്ടന്റ് വൈസ് കിട്ടും, ക്ലാസ്സസ് കിട്ടും, പ്രോപ്പർ ഷെഡ്യൂൾ അനുസരിച്ചുള്ള ഓരോ ടോപ്പിക്കും കൃത്യമായിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റ് കിട്ടും. കാരണം നമുക്കറിയില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഈ ഒരു ഫീൽഡിൽ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഐഡിയ ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഒരു സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ ആ സബ്ജക്ട് എന്തൊക്കെയാണ് ചോദിക്കുക നമുക്കറിയാൻ പറ്റുമോ? സോ ഇതൊന്നും അറിയാണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും എക്സാമിന് പോവുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്താ പറയുക, ഇതിനോട് പ്രത്യേകിച്ച് വലിയൊരു പ്രത്യേക ഡൗട്ടും കാര്യങ്ങൾ വെച്ചിട്ട് ഒരു അഫെക്ഷൻ തോന്നണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു മോക്ക് ടെസ്റ്റും കൂടെ നമ്മൾ ഈ ഒരു കോഴ്സിൽ തരുന്നതാണ്. അതുകൊണ്ട് 200+ ഹവേഴ്സ് ക്ലാസ്സസ് ആയിരിക്കും. സോ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സെറ്റ് ആക്കി എടുക്കാൻ ഈ ഒരു 2 മാസം കൊണ്ട്, കാരണം ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. സോ നിങ്ങൾക്ക് ഇൻ കേസ് ഇനി എന്തെങ്കിലും ഡൗട്ട്, നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസിനെ പറ്റിയോ കാര്യങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് നിങ്ങൾ നോക്കുക. യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പിൽ നമ്മൾ ഡെമോ ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ട് നോക്കുക. നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ ആണ്, നിങ്ങളുടെ മീഡിയം, നമ്മൾ എടുക്കുന്ന മീഡിയം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് കണ്ടതിന് ശേഷം നിങ്ങൾ എക്സാം എഴുതി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഒന്നും അറിയാതെ പോകുന്നേക്കാളും എന്തായാലും അത് എന്തായിരിക്കും, ബെനിഫിറ്റ് ആയിരിക്കും. സോ ഇനി ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ ഒരു എക്സാമിനെ പറ്റി, ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. നമുക്ക് നിഷാ സാറേയും സദാ സാറേയും വിളിക്കാം. സാർ വരും. അപ്പോൾ അക്ഷയ് സാർ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ വളരെ കുറഞ്ഞ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്.
ഈ കുറഞ്ഞ സമയം കൊണ്ട്, അതായത് നമുക്കൊന്ന് ഈ പരീക്ഷ, അതായത് നിങ്ങളൊരു ഇപ്പോൾ ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ ആളാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് SSCയിലോട്ട് ഇപ്പോൾ ഇറങ്ങിയ ഒരാളാണ്, നിങ്ങൾക്കിതൊന്ന് പഠിച്ച് നോക്കണം, ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുള്ളവർ. കാരണം നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് എന്താ പറയുക 2026, 27 പരീക്ഷകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ഈ 2025 പരീക്ഷ നിങ്ങൾക്കൊന്ന് പഠിച്ചൊന്ന് എഴുതി നോക്കണം, എങ്ങനെയാണ് ഇതിൻ്റെ പൾസ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് എഴുതി നോക്കണം എന്നുള്ളവർക്ക് പറ്റിയ ഒരു ബാച്ചാണ് നമ്മുടെ ഈ SSC CGL നമ്മുടെ ഈ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മാസമാണ്. അതുപോലെ തന്നെ കോഴ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 6 മാസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി, ക്ലാസിൻ്റെ ക്വാളിറ്റി, അതും അക്ഷയ് സാർ പറഞ്ഞ ക്ലാസിൻ്റെ ക്വാളിറ്റിയെ പറ്റിയൊക്കെ അറിയണം എന്നുള്ള ആളുകൾ ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ SSC മലയാളി യൂട്യൂബ് ചാനലിലെ ക്ലാസ്സിൽ കണ്ടു നോക്കുക, ഡെമോ ക്ലാസ്സിൽ കണ്ടു നോക്കുക. SSC മലയാളി ക്വാളിറ്റിയാണ് മെയിനായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിഷാ സാർ, നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും മെയിനായിട്ട് ഡൗട്ട് ഉള്ളതാണ് ഈ കോഴ്സിൻ്റെ ഫീയെ പറ്റിയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തു. അപ്പോൾ കോഴ്സിന്റെ ഫീയെ പറ്റി എന്താണ് നിഷാ സാർ? നമുക്കറിയാം SSC മലയാളി ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ കഴിഞ്ഞ വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ SSC മലയാളി മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒന്ന് അഫോർഡബിലിറ്റി ആൻഡ് ക്വാളിറ്റിയാണ്. തീർച്ചയായിട്ടും SSC മലയാളിയെ വിശ്വസിച്ച് വരുന്ന എല്ലാ സ്റ്റുഡൻസും നമ്മൾ കേരളത്തിൽ വെച്ച് കൊടുക്കാതെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലാണ് നമ്മൾ കോഴ്സ് കൊടുക്കുന്നത്. എല്ലാ കോഴ്സും നമ്മളൊക്കെ തന്നെ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇത് ഒരു അഫോർഡബിൾ പ്രൈസ് നമുക്ക് കൊടുക്കാം. സാർ പറയാം, നമുക്ക് എത്ര രൂപക്ക് നമുക്ക് ഈ കോഴ്സ്, കാരണം ഡിഗ്രി കഴിഞ്ഞ് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് അറിയാത്ത ഒരു സ്റ്റുഡൻസ് ആണ് നമുക്ക് മെജോറിറ്റി ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും അവർക്ക് SSC കുറിച്ച് അവയർനെസ്സും SSC എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാമെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളിതിൽ നമ്മളെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി, നിങ്ങൾക്കറിയാം SSC മലയാളം ഫാക്കൽറ്റി എന്ന് പറയുന്നത് SSC എക്സാമിനെ കുറിച്ച് കൃത്യമായി പൾസ് അറിയുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മുടെ റിസൾട്ട് ആണെങ്കിലും നമ്മൾക്ക് ഓഫ്ലൈൻ ബാച്ചുകളാണെങ്കിലും ഒക്കെ എല്ലാം ഹൗസ്ഫുൾ ആണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമുക്ക് ഫാക്കൽറ്റിയുടെ എക്സ്പീരിയൻസും ആണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എത്ര രൂപ കൊടുക്കാം നമുക്ക് ഈ കോഴ്സ്? അപ്പോൾ എനിക്ക് തോന്നുന്നു നിഷാ സാർ, നമ്മുടെ ഫുൾ കോഴ്സ് അല്ലേ, നമുക്കറിയാം നമ്മുടെ ഫുൾ കോഴ്സ് തന്നെ നമ്മൾ കൊടുക്കുന്നത് വെറും 3499 രൂപ വിത്ത് 1 ഇയർ വാലിഡിറ്റി ആണ്. കംപ്ലീറ്റ് ക്ലാസ് നമ്മളതിൽ കൊടുക്കുന്നുണ്ട്. അതാരെങ്കിലും പർച്ചേസ് ഉണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യുക. കോഴ്സ് ഓൾറെഡി നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു കോഴ്സ് ഇപ്പോൾ നമ്മൾ 3499 കൊടുക്കും, നമ്മൾ അതിലും കുറഞ്ഞൊരു പ്രൈസിന് വേണം നമ്മൾ ഈ ഒരു പ്രൈസ് കൊടുക്കാം. പിന്നെ 1900 എത്രയാണ് 6 മാസം വാലിഡിറ്റി നമ്മൾ. അപ്പോൾ നമുക്കൊരു 1999 രൂപക്ക് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും നിഷാ സാർ? നമുക്കൊരു കാര്യം ചെയ്യാം, 1999 രൂപക്ക് പകരം അഫോർഡബിലിറ്റി ആണ് SSC മലയാളിയുടെ ടാഗ് ലൈൻ. ഓൾറെഡി ഇത് അഫോർഡബിൾ അല്ലേ? അഫോർഡബിൾ ആണ്. എങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 999 രൂപക്ക് ഏകദേശം നമുക്ക് 999 നമുക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. കൊടുത്തുകൂടെ സാർ നമുക്ക്? ധൈര്യമായിട്ട്. അത് തന്നെയാണല്ലോ നമ്മൾ SSC മലയാളി എന്ന് പറയുന്നത്. നിഷാ സാർ നേരത്തെ പറഞ്ഞു അഫോർഡബിലിറ്റി ആൻഡ് ക്വാളിറ്റി ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 999 രൂപ കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം നിഷാ സാർ, വേറൊരു കാര്യം പറയാനുള്ള, ഇന്നാളൊരു കുട്ടി നമ്മുടെ എൻക്വയറി വിളിച്ചപ്പോൾ ചോദിച്ചാൽ ഈ SSC മലയാളിന്റെ കോഴ്സിന്റെ എല്ലാം പ്രൈസ് വളരെ കുറവാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ക്വാളിറ്റി ഉണ്ടാവോ, അല്ലെങ്കിൽ ഇതിൽ കംപ്ലീറ്റ് ക്ലാസ് ഉണ്ടാവും, ബാക്കി എല്ലാവരും നല്ല പ്രൈസിന് കൊടുക്കും, നമ്മൾ ഈ ഒരു കുറഞ്ഞ പ്രൈസിന് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത്? അപ്പൊ അങ്ങനത്തെ ആളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നമ്മുടെ ഏതെങ്കിലും കോഴ്സ് വാങ്ങി കുട്ടികളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ക്ലാസിന്റെ ക്വാളിറ്റിയെ പറ്റി അവർ പറയും. ഇനി അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ SSC മലയാളിന്റെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമ്മൾ കൊടുത്തൊരു കോഴ്സാണ് 999 രൂപേന്റെ NTPC. ഇപ്പം നമ്മളത് 299 ആക്കിയിട്ടാണ് 99 രൂപക്ക് നമ്മുടെ ആനിവേഴ്സറി പ്രമാണിച്ച് 99 രൂപക്കാണ് കൊടുത്ത്. അപ്പോൾ അന്ന് ആ കോഴ്സിനെ പറ്റി ഇതുപോലെ ഒരുപാട് പേര് പറയും 99 രൂപേന്റെ കോഴ്സ് അല്ലേ ക്വാളിറ്റി ഡ്രോപ്പ്. നിങ്ങൾ ആ കോഴ്സിൻ്റെ അടുത്ത് കണ്ടു നോക്കുക. അതിലെ ക്ലാസ്സുകളൊക്കെ നമ്മൾ പല ക്ലാസ്സുകൾ നമ്മൾ RRB മലയാളി എന്ന് പറയുമ്പോൾ യൂട്യൂബ് ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടു നോക്കുക, അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ SSC മലയാളി യൂട്യൂബ് ചാനലിൽ നമ്മൾ ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസിന്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടു നോക്കുക. അത്രയും നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അത്രയും നമ്മൾ പറയുന്നുള്ളൂ. അല്ല നിങ്ങൾ നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്തിട്ട് നോക്കുക എന്നല്ല, ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുക. SSC മലയാളിന്റെ പ്രൈസ് കുറവുള്ളത് കൊണ്ട് തന്നെ ക്വാളിറ്റിക്ക് ഒരു കുറവ് നമ്മൾ ഡ്രോപ്പും വരത്തില്ല. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ആപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. iOS-ലും ആൻഡ്രോയിഡിലും നമ്മുടെ SSC ആപ്പ് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും താഴെ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പം നമുക്ക് പിന്നെ നിഷാ സാർ വേറൊരു കാര്യം പറയാനെന്ന് വെച്ചാൽ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് അല്ലേ, നമ്മളിപ്പോൾ May 6 ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു, അത് ഫില്ലായി. അതിൽ പറ്റാത്തവർക്ക് നമ്മൾ 21 പക്ഷേ അതും ഫില്ലായി പോയി. അപ്പോൾ നമ്മൾ ഈ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള അല്ല പറ്റാത്തവർ വിഷമിക്കേണ്ട, നമ്മൾ June 3 അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ബേസിക്സ് മുതൽ തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ്, ബേസിക്സ് മുതൽ അഡ്വാൻസ് വരെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഓഫ്ലൈൻ കോഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. June 3 നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴെ നമ്പർ കൊടുത്തിട്ട് നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യും. കൂടാതെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മൾ MTS അല്ലേ, MTS പരീക്ഷ CGL-ലും CHL-ലും CPO ഒക്കെ നമ്മളൊരു കോഴ്സ് പഠിച്ചാൽ മതി. പക്ഷേ MTS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് നിന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അതിന് മാത്സ് ഇംഗ്ലീഷ് ഒക്കെ ക്വാളിഫയിങ് വേണം. അപ്പോൾ MTS നിങ്ങൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാളാണ്, നിങ്ങൾക്ക് വേണ്ടി MTS പരീക്ഷ SSCന്റെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫീസ് നമ്മൾ അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ SSC സ്റ്റെനോഗ്രാഫറിന്റെ കോഴ്സും വരുന്നുണ്ട്. അതും നമ്മൾ അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒക്കെ അതിന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് June 1 വീക്കിന് ഈ ഒരു വീക്കിന് നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ജൂണോട് കൂടി നമ്മൾ ക്ലാസ്സുകൾ
സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും SSC മലയാളി എല്ലാ കോഴ്സും അവൈലബിൾ ആണ്. MTA, CGL, CHSL, അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫി, എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസ് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും SSC മലയാളി ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ തന്നെയാണ് നിങ്ങൾക്ക് SSC പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് സംബന്ധിച്ച്. അതെ, SSC എക്സാമിന് പഠിക്കാൻ വേണ്ടി നിങ്ങൾ SSC മലയാളം അപ്പുറത്തോട്ട് പോകേണ്ടി വരില്ല. കാരണം ഓൺലൈൻ ഓഫ്ലൈൻ കംപ്ലീറ്റ് ക്ലാസ്സുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ഇയർ ആയപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചവിട്ടി പിടിച്ചിട്ടാണ് പോയത്. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ ഫുൾ ഫ്ലെഡ്ജിൽ തന്നെ നമ്മുടെ പോവാണ്. നമ്മുടെ ഫാക്കൽറ്റീസ് കാര്യങ്ങളൊക്കെ അത്രയും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. അത് തന്നെയാണ് നമ്മൾ ഇത്ര കോൺഫിഡൻസിലൂടെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് ക്വാളിറ്റി ആയിട്ടുള്ള അധ്യാപകർ, ക്വാളിറ്റി ക്ലാസ്സുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഫാക്കൽറ്റി നമ്മുടെ ഏത് ടോപ്പിക് ആയിക്കോട്ടെ, ഏത് ടോപ്പിക് റിസൾട്ട് ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം SSC മലയാളിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് റിസൾട്ട് തന്നെയാണ് കേരളത്തിലെ. കാരണം അത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സുകളും പ്രോപ്പർ സ്ട്രാറ്റജിയും അതുപോലെ SSCയുടെ എക്സാമിനെ കൃത്യമായിട്ട് അറിയുന്ന ഫാക്കൽറ്റീസ് ആണ് നമുക്കുള്ളത്. വീണ്ടും പറയാണ്. അതെ, SSC മലയാളം കമ്മ്യൂണിറ്റി തന്നെയാണ് 56ഓളം ആളുകൾ കമ്മ്യൂണിറ്റി നമ്മുടെ പലതരം ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേര് ക്വാളിഫൈ ആയിട്ടുണ്ട്. ആ എണ്ണം നമ്മൾ ഇനി വരും വർഷങ്ങളിൽ കൂട്ടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം നമുക്കറിയാം 250 പേരാണ് കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം SSC CGL ക്ലിയർ ആയത്. 500ഓളം വേക്കൻസിയുള്ള സമയത്ത് വെറും 250 ആളുകൾ കേരളത്തിൽ ക്ലിയർ ആയാൽ പോരാ. അപ്പോൾ ആ ഒരു എണ്ണം കൂട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഒരു സംശയം വേണ്ട, വരും വർഷങ്ങളിൽ നമ്മളത് കൂട്ടിയിരിക്കും. അതിന് വേണ്ട കംപ്ലീറ്റ് ഹെൽപ്പും കാര്യങ്ങളും SSC മലയാളിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും, കാരണം നമുക്ക് ഏറ്റവും ചെറിയൊരു പ്രൈസില്ല, ചെറിയ എക്സ്പെൻസിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആണ്. ഓഫ്ലൈനിൽ നമുക്ക് കുറേ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ഓൺലൈൻ നമുക്ക് അത്ര എക്സ്പെൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ പരമാവധി റെഡ്യൂസ്ഡ് പ്രൈസിൽ നമുക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് 999-നും 1499-നും 3499-നൊക്കെ വലിയ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇനി അങ്ങോട്ടും അല്ലേ ഇതേപോലെ തന്നെ പല കോഴ്സുകളായിട്ട് വരുന്നതായിരിക്കും, നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ തീർച്ചയായിട്ടും നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് നമ്മുടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.